രാത്രി 12 മണി കഴിഞ്ഞു. നിങ്ങൾ ഇൻസ്റ്റഗ്രാം തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സ്ക്രീനിൽ ഒരു മെസ്സേജ് മാത്രം, ആക്സസ് ബ്ലോക്ക്ഡ് അണ്ടിൽ 6 AM. കാര്യം സീരിയസ് ആണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്ന പുതിയ സോഷ്യൽ മീഡിയ പോളിസിയാണിത്. ടീനേജേഴ്സിനെ, കൗമാരക്കാരുടെ ഉറക്കം, മെന്റൽ ഹെൽത്ത്, സ്ക്രീൻ അഡിക്ഷൻ ഇവയെല്ലാം കണക്കിലെടുത്താണ് UK സർക്കാർ ഈ വലിയ തീരുമാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കുട്ടികളെ രക്ഷിക്കാനുള്ള സ്മാർട്ട് മൂവ് തന്നെയാണോ, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇടപെടലാണോ? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇനി UKയിലെ കൗമാരക്കാർക്ക് രാത്രി 12 മണിക്ക് ശേഷം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനായിട്ട് മിഡ് നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്ലാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഈ നിയമം ബാധകമായിരിക്കും. അർദ്ധരാത്രി മുതൽ പുലർച്ചെ 6 മണി വരെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യപ്പെടും. UK ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി DSIT പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 16-17 വയസ്സുള്ള കൗമാരക്കാരെയാണ് ഈ ഒരു പുതിയ കർഫ്യൂവിൽ ലക്ഷ്യമിടുന്നത്. ഇത് പ്രകാരം കൗമാരക്കാരുടെ അക്കൗണ്ടുകളിൽ രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ സോഷ്യൽ മീഡിയ ആപ്പുകൾ അൺഅവൈലബിൾ, അതായത് ലഭ്യമാകാത്ത രീതിയിൽ ബൈ ഡിഫോൾട്ട് സെറ്റ് ചെയ്യപ്പെടും. അതുമാത്രമല്ല, കുട്ടികളെ ഫോണിലേക്ക് കൂടുതൽ അടിമകളാക്കുന്ന ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, അതായത് ഇങ്ങനെ ഒരു ഒഴിവില്ലാതെ സ്ക്രോൾ ചെയ്യുന്ന രീതി, വീഡിയോകൾ ഒന്നിനു പുറകെ ഒന്നായി പ്ലേ ചെയ്യുന്ന ഓട്ടോ പ്ലേ ഫീച്ചറുകൾ എന്നിവയും ഡിഫോൾട്ടായിട്ട് ഓഫ് ചെയ്തു വെക്കും. കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാനും പഠനത്തിൽ ശ്രദ്ധ കൂട്ടാനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ഇത് സഹായിക്കുമെന്നാണ് ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ നിയമത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊരു മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധിത നിയമമല്ല, ഇതൊരു ഓപ്റ്റ് ഔട്ട് സിസ്റ്റമാണ്. അതായത് രാത്രി 12 മണിക്ക് ആപ്പ് ലോക്ക് ആയാലും കുട്ടികൾക്ക് ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അല്പം മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു കർഫ്യൂ വളരെ എളുപ്പത്തിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ നിയമത്തിനെതിരെ ഇത്രയും വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ എഡ്യൂക്കേഷൻ വക്താവ് ലോറ ട്രോട്ട് പറയുന്നത് ഇതൊരു മണ്ടൻ തീരുമാനമാണ്. ഒന്നുകിൽ 16 മുതൽ 17 വയസ്സ് വരെയുള്ളവരുടെ ഈ പ്രായക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് പറയണം. അതല്ല എങ്കിൽ കുട്ടികൾക്ക് തന്നെ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കർഫ്യൂ കൊണ്ടുവരുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്നാണ്. എന്നാൽ വിമർശനങ്ങളെ ഓൺലൈൻ സേഫ്റ്റി മിനിസ്റ്റർ കനിഷ്ക നാരായൺ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതിന് ഇവർ പറയുന്ന ചില ലേറ്റസ്റ്റ് ഡേറ്റകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അടുത്തിടെ 300-ലധികം കൗമാരക്കാരെയും അവരുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയിരുന്നു. അതിൽ ഈ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയ കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഉറക്ക പ്രശ്നങ്ങൾ മാറുകയും പഠനത്തിൽ ശ്രദ്ധ കൂടുകയും ചെയ്തതായിട്ട് കണ്ടെത്തി. അത് മാത്രമല്ല, കഴിഞ്ഞ ഒക്ടോബറിൽ ചില പ്ലാറ്റ്ഫോമുകൾ സമാനമായ ഡിഫോൾട്ട് സെറ്റിംഗ്സ് കൊണ്ടുവന്നപ്പോൾ 90%-ലധികം കുട്ടികളും അത് മാറ്റാതെ അങ്ങനെ തന്നെ ഉപയോഗിച്ചതായിട്ടും ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ അണ്ടർ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന AI ചാറ്റ് ബോട്ടുകൾക്ക് കൃത്യമായ ഇന്റർവെൽസിൽ ബ്രേക്കുകൾ നൽകാനും സെക്ഷൽ റോൾ പ്ലേ ചെയ്യുന്ന AIകൾക്ക് 18 വയസ്സ് തികയണമെന്ന കടുത്ത നിയമവും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇനി ബ്രിട്ടനിലെ കൗമാരക്കാരായ കുട്ടികൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം കുട്ടികളും ഇതിനെ ഒരു കോമഡി ആയിട്ടാണ് കാണുന്നത്. അതായത് 16 വയസ്സുള്ള അലക്സ് എന്നൊരു കുട്ടി പറയുന്നത്, ബ്രിട്ടനിൽ 16 വയസ്സിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാം, ടാക്സ് അടയ്ക്കാം, വിവാഹം കഴിക്കാം, പക്ഷെ രാത്രിയിൽ ഫോൺ ഉപയോഗിക്കാൻ ഗവൺമെന്റ് സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് എന്നാണ്. അതേസമയം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് UKയിൽ ഇതിനോടകം തന്നെ പൂർണ്ണ സോഷ്യൽ മീഡിയ നിരോധനം വരാൻ പോവുകയാണ്. ഓസ്ട്രേലിയൻ മോഡൽ പിന്തുടർന്ന് അടുത്ത വർഷം വസന്തകാലത്തോടെ ഇത് പ്രാബല്യത്തിൽ വരും. അതിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന കൗമാരക്കാർക്കായിട്ട് ഈ പുതിയ അർദ്ധരാത്രി കർഫ്യൂ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ടെക്നോളജിയുടെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ ഒരു രാജ്യം നിയമപരമായിട്ട് മുന്നോട്ട് വരുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ കുട്ടികൾക്ക് തന്നെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഈ ഒരു കർഫ്യൂ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരു കാലത്ത് മാതാപിതാക്കൾ പറയുമായിരുന്നു, രാത്രിയായി ഇനി TV ഓഫ് ചെയ്ത് കിടക്കൂ എന്നൊക്കെ. ഇന്ന് അതേ വാചകം മാറിയിരിക്കുകയാണ്, ഫോൺ മാറ്റിവെച്ച് ഉറങ്ങും. പക്ഷെ ചോദ്യം ഇതാണ്, ഈ പ്രശ്നത്തിന് പരിഹാരം നിയമങ്ങളാണോ, അതോ കുടുംബങ്ങളും സ്കൂളുകളും ടെക് കമ്പനികളും ചേർന്നുള്ള ഉത്തരവാദിത്തപരമായിട്ടുള്ള സമീപനമാണോ? UKയുടെ ഈ പുതിയ ഡിജിറ്റൽ കർഫ്യൂ ലോകത്തിനൊരു മാതൃകയാകുമോ, അല്ലെങ്കിൽ അത് വലിയ വിവാദമാകുമോ? വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.